ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി നമ്മൾ യൂണിവേഴ്സിനോട് കുറച്ച് കാർഡ്സ് ചോദിച്ചു. അതിനുള്ള മീനിങ് എന്ന വണ്ണം നമുക്ക് കുറച്ച് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ ഇന്നത്തെ പോലെ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടേ? രണ്ട് കൈകളും ചേർത്ത് വയ്ക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആവുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്ന് റിമൂവ് ആവുകയും ചെയ്യുക. നമുക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മതി. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിച്ചാൽ മതി. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നമുക്ക് ആവശ്യമില്ല. അതെല്ലാം യൂണിവേഴ്സ് റിമൂവ് ആക്കി കളയും. എത്ര കണ്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സംശയമില്ലാതെ പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം. നമുക്ക് ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അത് നടക്കുമോ നടക്കില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പോകരുത്. നമുക്ക് നടക്കും. നമ്മുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് അത്രമേൽ ആഗ്രഹിച്ചും വിശ്വസിച്ചും വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് ഇപ്പോൾ റീയൂണിയൻ പോസിബിൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സംശയം പാടില്ല. അങ്ങനെ നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല. എല്ലാവരും യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കും. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായിട്ട് വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ദ ലവേഴ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അത്രമേൽ പ്രണയമുണ്ടെന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. റിലേഷൻഷിപ്പിനെയാണ് മീൻ ചെയ്യുന്നത്. അവർ ഹെൽത്തി ബൗണ്ടറീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവരിപ്പോൾ തിരിച്ചറിയുകയാണ്. നിങ്ങളും അവരും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. എങ്കിൽ യൂണിവേഴ്സ് പറയുകയാണ്, എത്ര അകന്നിരുന്നാലും നിങ്ങൾ ഒന്ന് ചേരേണ്ടവർ തന്നെയാണ്. എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളോട് അത്രമേൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് ഇരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് വരാൻ പറ്റാത്തവരാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരും. എന്ത് തടസ്സം ഉണ്ടെങ്കിലും അത് മാറാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ ജഡ്ജ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അവർ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്, സെൽഫ് റിയലൈസേഷൻ ചെയ്യുകയാണ്. എൻ്റെ പേഴ്സൺ ആണ് ശരി എന്നത്, നിങ്ങളാണ് ശരി എന്നത് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു കാപട്യമല്ല, ഉള്ളു തുറന്ന് പ്യുവറായിട്ടുള്ള സ്നേഹമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളും അവരും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ് അവർ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇടവന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നു. അവരുടെ ഹൃദയവും ഉദ്ദേശവും സത്യസന്ധമാണെന്ന് പറയുന്നു. അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ സമയത്ത് ഉണ്ടായിരുന്നൊരു വ്യക്തിയായിട്ടല്ല അവർ നിങ്ങളിലേക്ക് വരുന്നത്. അവർ തിരിച്ചറിവോട് കൂടിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ആ തിരിച്ചറിവോട് കൂടി നിങ്ങളിലേക്ക് അവർ വരുമ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഒരു നല്ല ഉദ്ദേശമാണ്. ഹൃദയം കൊണ്ടാണ് അവർ ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നു. അവർ സ്വയം ജഡ്ജ് ചെയ്യുകയാണ്. ഇപ്പോൾ അവരുടെ നീതിക്കുള്ളിൽ അവരവരുടെ യൂണിവേഴ്സിനോട് നീതി ചോദിക്കുകയാണ്. ഞാനും അവരും തമ്മിൽ ഇനി ഒരു റീയൂണിയൻ സാധ്യമാകുമോ? എനിക്ക് അവരെ വേണം, എനിക്കൊരു നീതി തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ ഈ കാർഡ് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 3 ഓഫ് വാൻഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. മാനിഫെസ്റ്റ് ചെയ്യുന്നു. അവർ ചിന്തിക്കുകയാണ്, അവരുടെ ജീവിതം എന്ന് പറയുന്നത്, നിങ്ങളോടൊത്തുള്ള ജീവിതം എന്ന് പറയുന്നത് പാതി വഴിയിലാണ്. അത് പൂർണ്ണമാകണം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള ലൈഫാണ്. ആ ലൈഫിൽ ഇങ്ങനെ മാറിയിരുന്നാൽ പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തികളുടെ കൂടെ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ആഗ്രഹവും പൂവണിയാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് അത്രമേൽ പ്രാർത്ഥിക്കുന്ന, വെയിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു പാതി വഴിയിൽ നിന്ന് മുന്നോട്ട് തന്നെയാണ് അവർ നോക്കി നിൽക്കുന്നത്. അവർ വേദനിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 3 വാൺസാണ് അവർക്ക് ചുറ്റിയിരിക്കുന്നത്. അത് അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ അവർ നീറുന്നു എന്നാണ് കാണിക്കുന്നത്. ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ 3 ഓഫ് വാൺസ് കാർഡ് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 5 ഓഫ് പെൻറ്റക്കിൾ ആണ്.
ഒരു ഹെൽത്ത് ഡിഫിക്കൽറ്റി കാണിക്കുന്നുണ്ട്. ആരോഗ്യ ഒരു പ്രശ്നമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, ചെറിയ രീതിയിലുള്ള അസുഖം എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവാം. അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. ഓവർ സ്ട്രെസ്ഡ് ആയാൽ നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരില്ലേ? നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഹെഡേക്ക് പോലുള്ള അസുഖങ്ങൾ, സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖമായിരിക്കണം, ചെറുതായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ട അവസ്ഥയിലാണ് കാണിക്കുന്നത്. എന്നാൽ ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളിലേക്ക് വരാം. എന്നാൽ അവിടെ അവർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സാഹചര്യം കൊണ്ടായിരിക്കണം. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. എന്നാൽ അവർ പരിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർ നിങ്ങളിലേക്ക് വരുവാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കണക്ക് കൂട്ടലിലൂടെയാണ് അവർ പോകുന്നത്. ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണിലേക്ക് വരാം. ആ ഒരു കാര്യം ചിന്തിക്കുന്നൊരു പേഴ്സൻ്റെ എനർജിയും ഇവിടെ കാണാം. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അവർ പരിശ്രമിക്കാൻ തന്നെയാണ് തയ്യാറായിരിക്കുന്നത്. അവരിപ്പോൾ ഒരു റെസ്റ്റ് മൂഡിലാണ്. അത് ചിന്തയിലൂടെ പോവുകയാണ്, ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന്. അത്രമേൽ വിഷമിച്ചുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ യൂണിവേഴ്സ് അവരോട് പറയുന്നത് എന്താ വെച്ചാൽ 5 ഓഫ് വാൻഡ്സ് കാർഡിലൂടെ പറയുന്നത് പരിശ്രമിക്കാനാണ്. അവരെ ഉള്ളിൻ്റെ ഉള്ളവർ പരിശ്രമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അവർ നിങ്ങളിലേക്ക് എത്തും. അവർ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പേഴ്സണാണ്. അങ്ങനത്തെ ഒരു എനർജിയെ സഹായിക്കാനായിട്ട് ഒരു സുഹൃത്തായ രീതിയിലും അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നതാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. അവർ ചെറിയ രീതിയിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവാം. അതിനെ സഹായിക്കാനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പേര് അവരെ കൂടെ ഉണ്ടെന്ന് പറയുന്നു. സുഹൃത്തുക്കളായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ആരുമായിക്കോട്ടെ. അത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി തന്നെയാണ് ഉണ്ടാകുന്നത്. നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അവർ ആ ഒരു തടസ്സം മാറ്റിയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് യൂണിവേഴ്സും അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾ കാർഡാണ് കാണിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന, ന്യൂ ഓപ്പർച്യൂണിറ്റിയെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നു, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു, ഗുഡ് ന്യൂസ് വരുന്നു എന്നൊക്കെ ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. സ്കിൽഡ് ആൻഡ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. നിങ്ങളിലെ കഴിവുകളെ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഒത്തിരി പേരൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ടാവാം. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഇന്ന് ഏണിങ്സ് ആക്കി മാറ്റുന്നുണ്ടാവാം അല്ലേ? നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു തുടക്കം നിങ്ങൾ കുറിച്ചിട്ടുണ്ട്. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് കാണിക്കുന്നത് ഏണിങ്സിനെയാണ്, സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്, ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡേ ഡ്രീം ചെയ്യുന്നുണ്ട്, മനസ്സ് തുറക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളും അവരും ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കി കാണുന്നു. നിങ്ങളോട് കുറേ കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു ആക്ഷൻ അവരെടുക്കാനായിട്ട് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് യൂണിവേഴ്സ് അവരെ ബ്ലെസ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 3 ഓഫ് കപ്സ് കാർഡാണ്. 3 ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രേഷനെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിലായിട്ട് നിങ്ങൾ ഒരു സെലിബ്രേഷൻ മൂഡിലാണ്. ഫ്രണ്ട്സുമൊത്തോ നിങ്ങളുടെ കൊളീഗ്സൊക്കെ ഒത്തോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിരുന്നു എന്നൊക്കെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത്, ഒരു സോൾ കോണ്ടാക്റ്റിനെയാണ് കാണിക്കുന്നത്, ഒരു അബണ്ടൻസ് കാണിക്കുന്നുണ്ട്. അബണ്ടൻസ് എന്ന് പറയുമ്പോൾ പുരോഗതി. എന്തിലുള്ള പുരോഗതി? നിങ്ങളുമായി സ്നേഹിക്കുന്ന ബന്ധങ്ങളുണ്ടല്ലോ, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ പുരോഗതി ഉണ്ടാകും, അബണ്ടൻസ് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. അത് നിങ്ങളും അവരും തമ്മിലൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ നാളായിട്ട് കാണാത്തവരൊക്കെ ആയിരിക്കാം. കാണാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് ചെറിയൊരു ഗെറ്റ് ടുഗദറിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ കാണുന്നത് അല്ലേ? അപ്പം അങ്ങനെ യൂണിവേഴ്സ് ആ കാര്യത്തിലും ഒരു പുരോഗതി ഉണ്ടാക്കി എന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾ കാർഡാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങളോട് സന്തോഷത്തോടെ ഇരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള മെറ്റീരിയൽ അബൻഡൻസ് ആണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്. ഫാമിലിയുമായിട്ടുള്ള റീയൂണിയൻ. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. എല്ലാവരുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കോ മാരേജിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഫ്യൂച്ചർ കാർഡ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഒത്തുചേരാൻ പോകുന്നു. സക്സസ്
സക്സസിനെയാണ് കാണിക്കുന്നത്. നിങ്ങളിലുള്ള തടസ്സങ്ങൾ മാറാനായിട്ട് കുറച്ച് നാളുകൾ കൂടി വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നു. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് നല്ലൊരു ജീവിതമാണ് കാണുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് കിങ് ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഉറച്ച നിലപാടുള്ള ഒരു പേഴ്സൺ, ദൃഢനിശ്ചയത്തോടു കൂടി നിൽക്കുന്ന ഒരു പേഴ്സൺ, അവരുടെ ഫാമിലിയിൽ അവർ ലീഡ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയർ നല്ലപോലെ ഫോക്കസ് ചെയ്ത് ലീഡർഷിപ്പ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതമായി മുന്നോട്ട് കാണുമ്പോൾ, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് അവർ കാണുമ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഉറച്ച നിലപാടുള്ള ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നത്. രാജാവിൻ്റെ എനർജിയെ കാണിക്കുന്നത്. രാജാവ് ഒരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമെന്നാണ് പറയുന്നത്. ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. കോൾ ചെയ്തിട്ടുണ്ടാവാം, മെസ്സേജ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറേ പേർക്കൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവാം അല്ലേ? ഇനി കാണാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സംശയത്തോടു കൂടി കാണരുത്. നിങ്ങളും അവരും തമ്മിൽ ഒരു റിയൂണിയൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ ദൈവത്തോട്, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. പോസിറ്റീവ് തിങ്കിങ് പാടുള്ളൂ. നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കിട്ടുക എന്ന് പറയുമ്പോൾ അവർ തന്നെ റിയലൈസ് ചെയ്യുകയാണ് സോൾമേറ്റ് ആണെന്ന്. പിന്നെ എന്താ അതിൽ പറയാനുള്ളത്? നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഷോർട്ടായിട്ടുള്ള ഒന്നാണ്. അതിൽ കുറേ പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും, തരണം ചെയ്ത് പോകേണ്ടി വരും. അതിലൊരു പ്രതിസന്ധിയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ എന്ന് കരുതൂ. ആ നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് തന്നെയാണ് വരിക. നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കാർഡ് എടുക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് അത് വാലിഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളഞ്ഞോളൂ കേട്ടോ. ഇവിടെ നമ്മൾ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ കാർഡ്സിൽ മീനിങ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ വിത്തിൻ 1 വീക്ക് എന്നാണ് പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു റിയൂണിയനും ഒരു മെസ്സേജും കോളൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം. അതിന് ചാൻസ് ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് 4 months എന്നാണ്. 4 മാസത്തിനുള്ളിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ കോളോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിക്കാം. അടുത്ത കാർഡ് എന്ന് പറയുന്നത് 20 ദിവസം എന്നാണ്. 20 days, 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പോസിബിൾ ആവും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ അപ് ടു 8 weeks എന്നാണ് പറയുന്നത്. 8 ആഴ്ച എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ കാർഡ്സിൽ ഏതെങ്കിലും കാർഡ്സ് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യൂ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ജെനുവിനായിട്ട് വേണം, പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി വേണം. നമ്മൾ സംശയിച്ചിട്ട് വരുമോ വരില്ലേ എന്നൊക്കെ സംശയിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ റീഡിംഗ് ഒക്കെ കാണണേ? നമുക്ക് ആ സംശയിച്ച് ആ ഒരു രീതിയിലൂടെ പോയാൽ പോരെ. നമുക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം വേണം. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങേ പാടുള്ളൂ. അങ്ങനെ തിങ്ക് ചെയ്തവർക്ക്, ഒത്തിരി പേർക്ക് അവരുടെ പേഴ്സൺ അവരെ കോണ്ടാക്ട് ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കുറേ പേർക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ വന്നു എന്ന് പറഞ്ഞു. വരാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, കുറേ പേർക്കൊക്കെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ആവശ്യകതയുണ്ട്. നിങ്ങളുടെ കുഞ്ഞിൽ നിങ്ങൾ അനുഭവിച്ച വേദനയൊക്കെ നിങ്ങൾക്ക് ഹീലായി പോകാനുണ്ട്. എത്ര കണ്ട് ചെയ്തിട്ടും അത് ഹീലായി പോവാത്തവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യൂ, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ്സ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. റീഡിങ് വേണമെങ്കിൽ എന്ത് റീഡിങ്ങാണ് വേണ്ടതെന്നറിയോ? ഇന്നർ ചൈൽഡ് ഹീലിംഗ് റീഡിങ്. അതിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യൂ കേട്ടോ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ എനിക്ക് നിങ്ങളിലേക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സ്വന്തം നിംസ്.